ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം ഷെയിം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് പോകാം. മനുഷ്യന് രണ്ട് മുഖമുണ്ട്. ഒന്ന് പൊതുസമൂഹത്തിലെ ഇടപെടലിൻ്റെ മാന്യമുഖം, മറ്റേതാകട്ടെ അവൻ്റെ യഥാർത്ഥ വികാരങ്ങളുടെ രഹസ്യമുഖം. സദാചാരവും സാമൂഹിക മത നീതിബോധങ്ങളും അടക്കി നിർത്താൻ ശ്രമിക്കുന്ന ആ രഹസ്യമുഖം ഒരു തരത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യങ്ങളും പൗരന് ലഭിക്കുന്ന യൂറോപ്യൻ സംസ്കാരം അവിടുത്തെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ലിംഗസമത്വവും ലൈംഗിക വിദ്യാഭ്യാസവുമാണെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ എല്ലാവരും തമ്മിൽ വേർതിരിവുകളില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്നതിനാൽ ലൈംഗികത, നഗ്നത തുടങ്ങിയ സദാചാര വിഷയങ്ങൾ ഒന്നും തന്നെ അവരുടെ മനസ്സിൽ അനാവശ്യ ഇടപെടലുകളിലേക്ക് പോകുന്നില്ല. ഡേറ്റിംഗ് സമ്പ്രദായവും ലൈംഗിക വിദ്യാഭ്യാസവും സമൂഹത്തെ നല്ല രീതിയിൽ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നു. ഒറ്റപ്പെട്ട വിരുദ്ധ ചിന്തകൾ, സംഭവങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും അതിനെ സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരും ജീവിക്കുന്ന ഒരിടമെന്ന ജാമ്യത്തിൽ അവഗണിക്കുന്നു. ന്യൂയോർക്കിൽ ജീവിക്കുന്ന ബ്രാൻഡൻ എന്ന ചെറുപ്പക്കാരൻ്റെയും അയാളുടെ സഹോദരി സിസിയുടെയും കഥയാണ് ഷെയിം. ബ്രാൻഡൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മാന്യനായ ചെറുപ്പക്കാരനാണ്. പക്ഷേ അവിവാഹിതനായ അയാളുടെ മനസ്സ് എപ്പോഴും ലൈംഗിക ഫാൻറ്റസികളുടെ ലോകത്താണ്. ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ ആയാലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയം കാണുന്ന സ്ത്രീകളായാലും അയാൾ നിമിഷ നേരം കൊണ്ട് ഫാൻറ്റസിയുടെ ലോകത്തിലേക്ക് കൂട്ടുകയും അവരുമായി ലൈംഗിക ബന്ധം നടത്തുന്ന ഭാവനയിൽ കാണുകയും ഓഫീസിൽ വെച്ചാണെങ്കിലും വീട്ടിലാണെങ്കിലും ബാത്റൂമിലേക്ക് പാഞ്ഞ് സ്വയം ഭോഗം ചെയ്ത് സംതൃപ്തി അടയുകയും ചെയ്യും. എന്നാൽ പുറമെ എല്ലാവരോടും വളരെയേറെ മാന്യമായി ഇടപെടുകയാണ് അയാളുടെ രീതി. ഇങ്ങനെ ജീവിക്കുന്ന അയാളുടെ ഏകാന്ത ജീവിതത്തിലേക്കാണ് അയാളുടെ സഹോദരി സിസി കടന്നു വരുന്നത്. ബ്രാൻഡൻ്റെ ബോസുമായി അവൾ ഫ്ലാറ്റിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെ അയാൾ വളരെയേറെ അസ്വസ്ഥനായി മാറുന്നു. അവളോട് അയാൾക്ക് എന്തോ ഒരു മാനസിക അകൽച്ച സംഭവിക്കുന്നു. സാധാരണ പോലെ തനിക്കൊപ്പം കിടക്കാൻ വന്ന അവളെ ആട്ടി ഓടിക്കുന്നു. ബ്രാൻഡൻ അവളിൽ നിന്നും ദൂരം പാലിക്കുന്നു. ഇതിനിടെ ഒരു ദിവസം അയാൾ സ്വയംഭോഗം ചെയ്യുന്നത് അവൾ കാണാൻ ഇടവരുന്നു. മാത്രമല്ല അയാളുടെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ച അശ്ലീല വീഡിയോകളും അവൾ കണ്ടു. അവൾ ഫ്ലാറ്റ് വിട്ടു പോകുന്നു. തുടർന്ന് ബ്രാൻഡൻ തൻ്റെ അശ്ലീല കളക്ഷൻ മുഴുവനും ലാപ്ടോപ്പ് സഹിതം ഗാർബേജിൽ ഉപേക്ഷിക്കുന്നു. അയാൾ തൻ്റെ സഹപ്രവർത്തകയായ സ്ത്രീയോട് പ്രണയം പ്രകടിപ്പിക്കുകയും വിധവയായ അവൾ ഒരു ദിവസം അയാൾക്കൊപ്പം ഫ്ലാറ്റിൽ വരികയും ചെയ്യുന്നു. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിന് ശ്രമിക്കുന്നുവെങ്കിലും അയാൾ അതിൽ പരാജയപ്പെടുന്നു. ഫ്ലാറ്റിൽ അയാളുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന സിസിയോട് അയാൾ പൊട്ടിത്തെറിക്കുന്നു. അവൾ അയാൾക്ക് ഒരു ബാധ്യതയാണെന്നും അവളെ സൃഷ്ടിച്ചത് അയാളല്ല, അതിനാൽ അവൾ വീട് വിട്ടു പോകണമെന്നും കോപിക്കുന്നു. തൻ്റെ ബോസുമായി ബന്ധപ്പെട്ടതിലെ തൻ്റെ ഇഷ്ടക്കേടുകൾ അയാൾ തുറന്നു പറയുന്നു. അവൾ ഒരുപാട് വട്ടം മാപ്പ് പറയുന്നു. പക്ഷേ അയാൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾ പോകാൻ മറ്റൊരിടമില്ല എന്നും നീ എൻ്റെ സഹോദരനല്ലേ, ഞാൻ മറ്റെവിടെ പോകാനെന്നും അപേക്ഷിക്കുന്നു. അയാൾ അവളെ കേൾക്കാൻ ശ്രമിക്കാതെ പുറത്തു പോകുന്നു. തിരികെ വരുമ്പോൾ അവിടെ കാണരുതെന്ന ശാസനയോടെ. പമ്പിൽ വെച്ച് ഒരു സ്ത്രീയുമായി അയാൾ കമ്പനിയാകാൻ ശ്രമിക്കുകയും അവരുടെ ഭർത്താവ് അയാളെ മർദ്ദിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും ഗേകളുടെ സംഗീതത്തിൽ പോകുകയും ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഭാവനയിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതാണ് കാണുന്നത്. പക്ഷേ തിരികെ ട്രെയിനിൽ വരുമ്പോൾ അയാൾ പഴയതുപോലെ സ്ത്രീകളെ നോക്കുകയോ ഭാവന ചെയ്യുകയോ ചെയ്യുന്നില്ല. ഫ്ലാറ്റിൽ തിരിച്ചെത്തുന്ന അയാൾ കാണുന്നത് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കിടക്കുന്ന സിസിയെയാണ്. അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അയാൾ വളരെയേറെ നിസ്സഹായനാവുകയാണ്. അവൾ രക്ഷപ്പെടുന്നു. അയാൾ പക്ഷേ തൻ്റെ അധ്യമമായ ലൈംഗിക ചിന്തകളുടെ പിടിയിൽ നിന്നും പുറത്തു കടക്കാനാവാതെ വ്യഥയിൽ
തെരുവിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ആമുഖത്തിൽ പറഞ്ഞ സദാചാര ചിന്ത, ലൈംഗിക വിദ്യാഭ്യാസം എന്നിവയുടെ മഹത്വം ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ്. മുതിർന്ന 2 പേരായിട്ടും സഹോദരി കുളിമുറിയിൽ നഗ്നയായി കുളിക്കുന്ന സമയം കടന്നു ചെന്ന സമയത്തോ അവൾ ബോസുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴോ അയാൾ സ്വയംഭോഗം ചെയ്യുന്നത് അവൾ കണ്ടുപിടിക്കുകയും അയാൾ അവളെ വഴക്കു പറയുകയും ചെയ്യുന്ന അവസരങ്ങളിലോ ഒന്നും തന്നെ നഗ്നത, ലൈംഗികത എന്നിവ അവർ 2 പേർക്കുമിടയിൽ ഉണ്ടാകുന്നില്ല എന്നത് അവരുടെ ഇടയിലെ വിവേകവും ബുദ്ധിയും തെളിയിക്കുന്നു. ഏതൊരു ഇന്ത്യൻ ചിത്രത്തിലും കാഴ്ചപ്പാടിലും ഈ പറഞ്ഞ അവസ്ഥകൾ അകമൃഗമനത്തിലേക്കുള്ള താക്കോലാവുകയോ കഠിനമായ മനോവിഷമതകൾ, പാപബോധം, ആത്മഹത്യ പോലുള്ള സംഗതികളിലേക്കോ കടന്നു ചെല്ലുന്നതാണ് കാണാനാവുക. മനുസ്മൃതി തന്നെ അത് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അടച്ചിട്ട മുറിയിൽ അധിക നേരം പുരുഷനും സ്ത്രീയും ഏതു ബന്ധമായാലും ഇരിക്കരുതെന്ന്. സാഹോദര്യത്തിൻ്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നതി എടുത്തുകാട്ടുന്ന ഒരു ചിത്രമായി ഞാൻ ഷെയ്മിനെ വിലയിരുത്തുന്നു. നഗ്നരംഗങ്ങൾ അധികം വൾഗറില്ലാതെ കാണിക്കപ്പെടുന്നതിനാൽ കാഴ്ചക്കാർക്ക് 80+ റേറ്റിംഗ് ആണിത്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രങ്ങളിൽ ഒന്ന് ഷെയ്ം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.